സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു ഈ അടുത്ത കാലം വരെ ഉണ്ണി മുകുന്ദൻ എന്ന നടനെ മലയാളികൾ. മേപ്പടിയാൻ എന്ന മികച്ച സിനിമ നേട്ടം കൊയ്തെങ്കിലും അർഹിക്കുന്ന അംഗീകാരം ഉണ്ണി മുകുന്ദന് കിട്ടിയില്ല. ജയ് ഗണേശ് എന്ന പേരുള്ള ഒരു സിനിമ വളരെ മനോഹരമായി പുറത്തിറക്കിയെങ്കിലും അതിനെ കൂവി തോൽപ്പിച്ചു എന്നത് സങ്കടകരമായ കാര്യമാണ്. എന്തിനേറെ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ബ്രേക്ക് ത്രൂ ആയി മാറിയ മാളികപ്പുറം 100 കോടി ക്ലബിലെത്തിയിട്ടും അംഗീകരിക്കാനോ ആദരിക്കാനോ ആരും ശ്രമിച്ചില്ല. അതിന് കാരണം ഉണ്ണി മുകുന്ദന്റെ തുറന്ന നിലപാടുകളാണ്. ഉണ്ണി മുകുന്ദൻ ഗുജറാത്തിൽ ജനിച്ചു വളർന്ന് ഗുജറാത്ത് ഭാഷ വശമാക്കി മോദിയോടൊക്കെ അടുപ്പം പുലർത്തിയ ഒരു സിനിമാക്കാരനാണ്. ഉണ്ണി മുകുന്ദൻ ഒരു ഭക്തനാണ്. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ്. ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആരുടെയും കയ്യൊപ്പില്ലാതെ ഗോഡ് ഫാദർ ഇല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി ജയിച്ചവനാണ്. അതുകൊണ്ട് ഉണ്ണി മുകുന്ദനെ ബോധപൂർവം ചവിട്ടിത്തേൽക്കാൻ സിനിമയ്ക്കകത്തും പുറത്തും ലോബികൾ ഒരുമിച്ച് നിന്നു. അങ്ങനെ ഉണ്ണി മുകുന്ദനെ അടിച്ചൊതുക്കി നിർത്തിയിട്ടും മാളികപ്പുറത്തിന്റെ വിജയത്തിലൂടെ ഉണ്ണി മുകുന്ദൻ ആർക്കും വഴി തടയാൻ കഴിയാത്ത വിധത്തിൽ നിലയുറപ്പിച്ചു. മാളികപ്പുറത്തിന്റെ വിജയം ഉണ്ണി മുകുന്ദന് നൽകിയ ആത്മവിശ്വാസമുണ്ട്. താൻ സൂപ്പർ സ്റ്റാർ ആണ്, തനിക്കെതിരെ തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ആ തടസ്സങ്ങളെ ബുദ്ധിപരമായി നേരിടണം എന്ന് പഠിച്ച് ഉണ്ണി മുകുന്ദൻ വിവേകപൂർവ്വം രംഗത്തിറങ്ങുകയാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് തിരക്കഥകൾ പഠിച്ചു, വായിച്ചു, പല വിദഗ്ധന്മാരോടും ചർച്ച ചെയ്തു. വരുന്ന ഒരു 20 വർഷത്തേക്ക് സെറ്റ് ചെയ്തു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ പോകുന്ന അടുത്ത നടൻ താനായിരിക്കുമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചുള്ള നീക്കമായിരുന്നു. ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ ആ നീക്കം വിജയിച്ചു എന്നതിന്റെ തെളിവാണ് മാർക്കോയുടെ അസാധാരണമായ ഓട്ടം.